The old dreams were good dreams. They didn't work out, but I'm glad that I had them. പെരുമഴയത്ത് നിൽക്കുന്ന ക്ലിന്റ് ഈസ്റ്റ്വുഡ്, കാറിലിരുന്ന് അയാൾ നോക്കുന്ന മെറിൽ സ്ട്രീപ്പ്. മഴയുടെ ശബ്ദം കൂടി വരുന്നു, അവർക്കിടയിലുള്ള സൈലൻസും. ഗ്രാൻഡ് പിയാനോയും സ്ട്രിങ്സും കൊണ്ടുള്ള മ്യൂസിക്കൽ സൗണ്ട്സ്കേപ്പ്. ദ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി. ഫ്രാൻസിസ്ക തന്റെ ഭർത്താവിന്റെ മക്കളുടെ ഒപ്പം വളരെ രസകരമായ സാധാരണമായ ഫാമിലി ലൈഫിലാണ്. ഫാമിലിയും ഫാമുമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭർത്താവും മക്കളും ആ നാട്ടിലില്ലാത്ത കുറച്ച് ദിവസങ്ങൾ, ആ സമയത്ത് റോബർട്ട് എന്ന നാഷണൽ ജോഗ്രഫിക്കിന്റെ ഫോട്ടോഗ്രാഫർ ആ ടൗണിലെത്തുന്നു. അയാൾ വരുന്നത് ആ നാട്ടിലെ പ്രസിദ്ധമായ ഹിസ്റ്റോറിക്കലായ ബ്രിഡ്ജുകളുടെ ഫോട്ടോ പകർത്താനാണ്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു, കൂട്ടുകൂടുന്നു, സുഹൃത്തുക്കളാകുന്നു, പ്രണയിക്കുന്നു. 4 ദിവസം മാത്രം പ്രണയിച്ചവർ. ഫ്രാൻസിസ്ക തന്റെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നിടത്ത് ഒരു ബ്യൂട്ടിഫുൾ ക്ലോഷർ. ഈ തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ ക്ലേര പ്രണയം പറയുന്ന പോലെ ഓൺ സ്ക്രീനിലെ ഓൾ ടൈം ക്യാരക്ടർ പെയർ എന്ന് പറയാൻ പറ്റും റോബർട്ടും ഫ്രാൻസിസ്കയും. കുറച്ചും കൂടെ ഈ റൊമാൻറ്റിസൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺസൺ മാസ്റ്ററുടെ സ്കോറിൽ ക്ലിന്റ് ഈസ്റ്റ്വുഡിനെയും മെറിൽ സ്ട്രീപ്പിനെയും കാണാൻ സാധിച്ചാലോ. പ്രണയത്തിന്റെ ഫാന്റസികൾ ഒന്നുമല്ല ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി. റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് പ്രണയവും സെപ്പറേഷനും ഏറ്റവും മനോഹരമായി പോർട്രേ ചെയ്യുന്ന ഒരു കുഞ്ഞ് ബ്യൂട്ടിഫുൾ സിനിമ. സോഫ്റ്റ് ലൈറ്റിംഗ്, ലോങ് ഷോട്ടുകൾ, കൺട്രി സൈഡ് സെറ്റിങ്ങിലെ സിംപ്ലിസിറ്റി, മേക്കിങ്ങിലും ഈസ്റ്റ്വുഡിയൻ ടച്ച്. അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ തലങ്ങൾ. ടു ബി പ്രിസൈസ്, മച്ച് കോംപ്ലിക്കേറ്റഡ് ഇന്നർ കോൺഫ്ലിക്ട്സ്. ഒട്ടും സിനിമാറ്റിക് അല്ലാത്ത റിയൽ ആയ സിനിമയ്ക്ക് വേണ്ടിയാണ് താൻ ട്രൈ ചെയ്തതെന്ന് ക്ലിന്റ് ഈസ്റ്റ്വുഡ് ഈ സിനിമയുടെ ചിത്രീകരണ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു മെമ്മറി പോലെ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഒരു ഗോ ബാക്ക് പോസിബിലിറ്റി ഉള്ള ഒരു സിനിമ. ഉറപ്പായും കണ്ടിരിക്കണം ഈ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി.